അത് ഒരു തെറ്റായ തീരുമാനമായിട്ട് അതിനെക്കുറിച്ച് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വന്നപ്പോ തന്നെ ആദ്യമേ പരിഗണിക്കേണ്ടിയിരുന്നത് LDF, UDF പോലുള്ള ഒരു പ്രസ്ഥാനങ്ങളായിരുന്നു. അവര് പക്ഷെ പരിഗണിക്കാതിരിക്കുകയും എന്നാൽ NDA പോലെയുള്ള ഒരു മുന്നണി അത്തരം ഒരു പരിഗണന തരുകയും ചെയ്തപ്പോ അത് സ്വീകരിച്ചത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അതിന് ശേഷമുള്ള നടപടിക്രമങ്ങൾ ഒന്നും ചെയ്യാതിരുന്നത് അത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. അതെ, കൃത്യമായിട്ട് ഇപ്പൊ മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോ മുന്നണി എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ പൊളിറ്റിക്കിനകത്ത്. അത് ഇതിനകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് നടക്കാതിരിക്കുമ്പോ അവഗണന തന്നെയാണ് അതിന്റെ പേര്. അല്ല, ഇപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ ഒരു ചിത്ര UDF അനുകൂല ഒരു സംവിധാനമാണ് ശരിക്കും നിലനിൽക്കുന്നത്. ഇപ്പൊ ഞാൻ എല്ലാ ജില്ലയിലും അത്യാവശ്യം ഇപ്പൊ ഞങ്ങളുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ് ഞാൻ രാവിലെ ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ അടുത്ത ദിവസം തന്നെ മറ്റു ജില്ലകളിൽ മീറ്റിംഗ് ആണ്. അപ്പൊ മൊത്തത്തില് UDF ഒരു അനുകൂല സാഹചര്യം എല്ലാ സ്ഥലത്തിലും ഉണ്ട്. ആളുകളുടെ മനോഭാവം ആ ഒരു രീതിയിലേക്ക് ശരിക്കും മാറിയിട്ടുണ്ട്. ഈ വയനാട്ടിലെ പ്രബല സമുദായം പണിയ വിഭാഗമാണ്. പണിയ വിഭാഗത്തിന് അർഹമായ ഒരു പ്രാതിനിധ്യം എവിടെയും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ഒരു നിലപാട്? അല്ല, എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ ആദിവാസികളുടെ കണക്കനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായിട്ട് എടുക്കുമ്പോൾ പണിയ സമുദായം പ്രബല സമുദായം തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അവരെ ആയിരുന്നു ശരിക്കും പരിഗണിക്കേണ്ടിയിരിക്കുന്നത്, ഈ ആളുകളെ. അപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം ഈ അടിയ പണിയ ഇങ്ങനെയുള്ള കാട്ടുനായിക്ക, ചോലനായിക്ക, വെട്ടക്കുർമ ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെ പൊളിറ്റിക്കലായിട്ട് ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. അപ്പോ ഈ റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഈ ആളുകളുടെ ഒക്കെ തല എണ്ണീട്ടുള്ളതാണ് റിസർവേഷൻ. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല, ഒരു വിഭാഗത്തിന് മാറ്റി നിർത്തിയിട്ടുമല്ല. അപ്പൊ ഇത്തരം ആളുകളെയും കൂടെ ഈ കൂട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ്. അതൊരു ജനാധിപത്യ മര്യാദയും കൂടി അതിനകത്തുണ്ട് അങ്ങനെ പരിഗണിക്കുമ്പോൾ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആദിവാസികൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് UDF തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ എല്ലാ തലത്തിലും. അപ്പോ UDFനകത്ത് ഞങ്ങൾ അടുക്കാൻ അതും കൂടെ ഒരു സാധ്യതയാണ്. ഇപ്പൊ ഭൂമി പ്രശ്നമായാലും മറ്റ് കാര്യങ്ങളുടെ ജോലികളുടെ പ്രശ്നമായാലും മറ്റു രീതിയിലുള്ള അരിയുടെ അത്തരം കാര്യങ്ങൾ, ട്രൈബൽ പ്രൊമോട്ടർമാരുടെ തസ്തിക, ഇതൊക്കെ ട്രൈബൽ മിഷൻ, ഇതെല്ലാം UDFന്റെ കാലഘട്ടങ്ങളിലാണ് ഉണ്ടാക്കിയത്. അതിന്റെ പ്രയോജനമാണ് ശരിക്കും ആദിവാസികൾ കിട്ടിയിരിക്കുന്നത്.